ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭൗതിക ജീവിതത്തിൽ നാം ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീരെ സംശയമില്ലാതെയാണ് നാം ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യമാകും എന്ന് പറയപ്പെടാറുണ്ട്. അതായത് നമുക്ക് മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ സംശയലേശമേതുമില്ലാതെ നാം പിൻപറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമാറ് യാഥാർത്ഥ്യമായിരിക്കും. സ്വർഗത്തെ സംബന്ധിച്ച് ഇത് വളരെ ശരിയാണ്. അതായത് പലപ്പോഴും ആളുകൾക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മനസ്സിൽ സംശയമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ, വാസ്തവത്തിൽ സ്വർഗമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഭൂമിയിൽ ഒരുപാട് സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, എനിക്കെന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാനും സന്തോഷിക്കാനുമൊക്കെയുള്ള അവസരങ്ങളെ ഞാൻ മനഃപൂർവ്വം വൃഥാ നശിപ്പിക്കുകയാണോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ ആളുകൾക്കുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായൊരു സംഗതി, മനസ്സിൽ ഒരു യഖീൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തെക്കുറിച്ച് നാം അത് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം, അല്ലെങ്കിൽ പ്രവാചകനോട് പറഞ്ഞ ഒരു വാചകം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനയിലെ മിക്കവാറും എല്ലാ വിജയങ്ങളൊക്കെ നേടിയതിനു ശേഷം മക്ക കീഴടക്കി മദീനയിൽ തന്നെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചതിന് ശേഷം ഒരു വാസ്തവത്തിൽ ഒരു ചക്രവർത്തിയെ പോലെ, ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ അവസരമുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ സഹാബികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് ഈ ഉണങ്ങിയ ഈത്തപ്പനയോലയിൽ കിടന്നതിന്റെ പാടുകൾ കാണുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ അദ്ദേഹം ഇത്തരം പുല്ലുകൾ നിറച്ച തലയണ കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തല അത് തടവച്ചിട്ടാണ് കിടന്നിരുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമം തോന്നി. കാരണം ഒരു രാജാവിനെ പോലെ, ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കേണ്ട പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഈത്തപ്പന ഓലയിൽ കിടന്നതിന്റെ പാടുകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടുകൾ ഹുജറാത്ത് എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു അത് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് വളരെ ചെറിയ റൂമുകൾ പോലെ, വളരെ ചെറിയ ഇടങ്ങളാണ് പിന്നെ അദ്ദേഹത്തിന് താമസിക്കാനുണ്ടായിരുന്ന വീടുകൾ എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹത്തോട് ചോദിക്കണം റസൂൽ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പേർഷ്യയിൽ കിസ്രയുടെ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്, റോമിൽ ഞാൻ സീസറിന്റെ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്, താങ്കൾക്ക് അതിനേക്കാളൊക്കെ, ആ കൊട്ടാരങ്ങളെക്കാളൊക്കെ വലിയ കൊട്ടാരങ്ങൾ താങ്കൾ അർഹിക്കുന്നുണ്ട് പ്രവാചകരെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം തിരിച്ചു ചോദിച്ചു, ഉമർ, താങ്കൾ സംശയിക്കുകയാണോ? താങ്കൾക്ക് സന്തോഷമില്ലേ? അവർ ഈ ദുനിയാവ് കൊണ്ടുപോകുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകം അത് നമുക്കുണ്ട്. അവർ ഈ ദുനിയാവിൽ ആസ്വദിക്കട്ടെ, നമുക്ക് പരലോകത്ത് ആസ്വദിക്കാൻ പറ്റും. ഈ കൊട്ടാരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നേയില്ല, നമുക്ക് സ്വർഗത്തിലെ കൊട്ടാരങ്ങളെക്കുറിച്ചാണ് ശ്രദ്ധ. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ ഒരു അടിയുറച്ച ബോധ്യം, അതായത് നമ്മെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി മറ്റ് സൗകര്യങ്ങൾ നൽകപ്പെട്ട ആളുകളെ കാണുമ്പോൾ അതിനെ ചൊല്ലി വേദനിക്കാതെ, അതിനെക്കുറിച്ചൊരു നഷ്ടബോധം നമുക്ക് തോന്നാതെ, നമ്മുടെ സന്തോഷത്തെ അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതാണ്. മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള സംഗതികൾ ഉണ്ടാകാം. അവർ ആ ഒരു സംഗതി കൊണ്ട് ഒരുപക്ഷെ സന്തുഷ്ടരായിരിക്കാം, അല്ലെങ്കിൽ അസന്തുഷ്ടരായിരിക്കാം. അവർ പ്രയാസങ്ങളിലൂടെയും മറ്റ് പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ
തീർച്ചയായും ആഗ്രഹിക്കുന്നത് പരലോകത്തെ അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് ഒരു വിശ്വാസിയുടെ തടവറയാണ്, എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവന്റെ സ്വർഗമാണ്. അതിന്റെ അർത്ഥം ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ഒരു തടവുകാരനെ പോലെ ഒരാഗ്രഹവും പൂർത്തീകരിക്കാതെ പോകുന്നു എന്നല്ല, മറിച്ച് അവന്റെ ആഗ്രഹങ്ങളുടെയൊക്കെ അറ്റത്ത് സ്വർഗം നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു അവിശ്വാസിക്ക് ഒന്നും പരലോകത്ത് പ്രതീക്ഷിക്കാനില്ല, പക്ഷെ വിശ്വാസിക്ക് പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ സ്വർഗം സൃഷ്ടിക്കുന്നതിന് പകരം ഈ ദുനിയാവിൽ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ അത് എത്രയും നല്ലത്. പക്ഷേ പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് പരലോകത്തെ പ്രതിഫലമാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് അവിശ്വാസി ഈ ഭൂമി തന്നെ ഒരു സ്വർഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. കാരണം അവന് ഇതിനുശേഷം മറ്റൊരു സ്വർഗമില്ല തന്നെ. ഇനി നമ്മൾ നമ്മുടെ ഖബറിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടെ വെച്ച് നമ്മൾ സ്വർഗത്തിലെ നമ്മുടെ സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു നമ്മളെ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിലെ നമ്മുടെ യഥാർത്ഥ സ്ഥാനം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നരകത്തിലും നമുക്കൊരു സ്ഥാനമുണ്ട്. നാം നരകത്തിലേക്കാണ് പോകുമായിരുന്നതെങ്കിൽ നാം എവിടെയാണ് നരകത്തിൽ താമസിക്കുക എന്നുള്ള ഒരു സ്ഥലവും അവിടെയുണ്ട്. രണ്ടും നമുക്ക് കാണിച്ചു തരും. നാം സ്വർഗാവകാശിയായിരിക്കെ തന്നെ നരകത്തിൽ, അഥവാ നമ്മൾ നരകത്തിലാണ് പോയിരുന്നതെങ്കിൽ നമ്മൾ പോകുമായിരുന്ന ആ സ്ഥലം കാണിച്ചു തരും. അപ്പം ഇത് ഒരർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സ്വർഗത്തിൽ എത്തിപ്പെട്ട ആ സംഗതിയെ ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിനെ വിലമതിച്ച് കാണാനുമാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ അവിടെ എത്തിപ്പെട്ടില്ലല്ലോ, നരകത്തിൽ ആ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. നേരെ വിപരീതവും ശരിയാണ്. അതായത് വാസ്തവത്തിൽ നരകത്തിൽ പ്രവേശിക്കാനുള്ള ആളുകൾ അവർക്ക് സ്വർഗത്തിലെ അവരുടെ സ്ഥാനം അള്ളാഹു കാണിച്ചു കൊടുക്കും. അതായത് അവർ നല്ലതാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സ്വർഗത്തിൽ അവർ എവിടെയാണ് എത്തുമായിരുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷേ അവരെ ഇപ്പോൾ കാത്തിരിക്കുന്നത് നരകമാണ് എന്നത് അവർ തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ അത് വളരെ ഉറച്ച ഒരു വിശ്വാസമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളൊരു വാഗ്ദത്തമാണത്. അള്ളാഹു ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, ആ വാഗ്ദത്തം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്ഥാനം, ഈ സ്വർഗത്തിലെ നമ്മുടെ ഭവനങ്ങൾ, അത് കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എത്തിപ്പെടുമായിരുന്നുവെങ്കിൽ കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ലഭിക്കുമായിരുന്ന ആ അനുഗ്രഹങ്ങൾ അതുകൂടി വിശ്വാസികൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഈ ദുനിയാവിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, നാം ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ പരലോകത്ത് വിധി ദിനത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ വെച്ച് നമുക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ദുനിയാവിൽ നമ്മൾ ത്യജിച്ചതിനൊക്കെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പലതും അനന്തരം നൽകും. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവർ അനന്തരാവകാശമെടുക്കുന്നവരാണ്, സ്വർഗത്തെ അവർ അനന്തരമെടുക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അനന്തരാവകാശം എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് പറയുന്നത് നാം സ്വർഗം അനന്തരമെടുക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് യാതൊരു പ്രയാസവുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ്. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ്. നമ്മുടെ മുതിർന്ന തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അനന്തര സ്വത്ത്. അപ്പോൾ അതാണ് അതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന പല റിപ്പോർട്ടുകളിലും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദുനിയാവിൽ
നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും 2 വീടുകളുണ്ട് സ്വർഗത്തിൽ. പരലോകത്ത് 2 വീടുകളുണ്ട്. ഒന്നുകിൽ അത് നരകത്തിലാണ്, അല്ലെങ്കിൽ അത് സ്വർഗത്തിലാണ്. സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പോകുമ്പോൾ അവരുടെ നരകത്തിലെ വീടുകൾ അത് നശിപ്പിക്കപ്പെടും. സ്വർഗത്തിൽ അവർ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ നരകത്തിലെ വീടുകൾ നശിപ്പിക്കപ്പെടും. പക്ഷേ അതേ സന്ദർഭത്തിൽ നമുക്ക് സ്വർഗത്തിൽ ലഭിച്ചിട്ടുള്ള വീടുകൾ, ആ സ്വർഗത്തിൽ ലഭിച്ചിട്ടുള്ള വീടുകളിൽ നമുക്ക് കൂടാതെ, ആ വീടുകൾ കൂടാതെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ അവിശ്വാസികൾക്ക്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവിശ്വാസികൾക്ക് നേരത്തെ സ്വർഗത്തിൽ അവരുടെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ആ വീടുകൾ കൂടി വിശ്വാസികൾക്ക് അല്ലാഹു അനന്തരമായി കൊടുക്കും. അതിനെക്കുറിച്ചാണ് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നാം നമ്മുടെ ഷെയർ മാത്രമല്ല, അള്ളാഹുവിലേക്കുള്ള വിളി നിരസിച്ച് അങ്ങനെ സ്വർഗത്തിലെ സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുത്തി പരലോകത്ത് യാതൊരു പ്രതിഫലവുമില്ലാതെ നരകത്തിൽ വീണുപോയ ആ ആളുകളുടെ വീടുകൾ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ വിശ്വാസികൾക്ക് നൽകും എന്നതാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യമല്ല. നമ്മൾ നോക്കൂ, എത്രയെത്ര റമദാനുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ അവിശ്വാസികൾക്ക്. എത്രയെത്ര ലൈലത്തുൽ ഖദ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എത്രയെത്ര നമസ്കാരങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ആ നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിരുന്നുവെങ്കിൽ, ആ റമദാനിലൊക്കെ നോമ്പെടുത്തിരുന്നുവെങ്കിൽ, ആ സക്കാത്തൊക്കെ അവർ കൊടുത്തിരുന്നുവെങ്കിൽ അതൊക്കെ അവർക്ക് ലഭിക്കുമായിരുന്ന വീടുകളാണ്. പക്ഷേ അതവർ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി. സൂറത്തു സുഖ്റുഫിൽ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വതിൽക്കൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹ ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അനന്തരമാക്കി തന്നതാണ് ഈ വീട്. ഈ സ്വർഗത്തിന്റെ ഈ സ്വർഗീയ ഭവനം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അനന്തരമാക്കി തന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നാം നമ്മുടെ കൃത്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് നൽകുന്നു എന്നർത്ഥം. മറ്റ് ചില വാചകങ്ങളിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വാസ്തവത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെടാതെയാണോ ഈ നരകാവകാശികളുടെ വീടുകൾ നമുക്ക് കിട്ടിയത് എന്ന് ചോദിക്കും. കാരണം നാം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ലോ എന്ന സംശയം വരാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകവാസികളോട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ ആയത്തുകൾ, എൻ്റെ ആയത്തുകൾ വന്നിരുന്നില്ലയോ, നിങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറയുന്നു നരകത്തിലെ ആളുകളോട്. പക്ഷെ അതേ സന്ദർഭത്തിൽ സ്വർഗത്തിലെ ആളുകളോട് പറയുന്നത്, നിങ്ങൾ ഈ കുടിക്കുന്ന ചഷകങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ചഷകങ്ങൾ, അതുപോലെ നിങ്ങൾ വസിക്കുന്ന ഈ കൊട്ടാരങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നൽകിയാണ്. അല്ലാഹുവാണ് ഇത് സൃഷ്ടിച്ചത്. അവന് അറിയാം ഓരോരുത്തർക്കും ഏത് രൂപത്തിലാണ് അവർ അർഹിക്കുന്നത് കൊടുക്കേണ്ടതെന്നും എത്ര മഹത്തായ പ്രതിഫലമാണ് കൊടുക്കേണ്ടതെന്നും അള്ളാഹുവിനറിയാം. അത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ വിശ്വാസിയും ഇതിലൂടെ കടന്നു പോകണം. അള്ളാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ നാം ഭൂമിയിൽ ഏതൊക്കെ സംഗതികളിൽ നിന്ന് മാറി നിന്നുവോ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി മാത്രം ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചുവോ, ഏതൊക്കെ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുവോ, ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ചുവോ. പലപ്പോഴും സത്യനിഷേധികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഈ ദുനിയാവ് ആസ്വദിച്ചുകൂടെ, നിങ്ങൾ എന്തിന് ഈ അയഥാർത്ഥമായ ഒരു സംഗതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചിട്ടുണ്ടാകാം. ആ പരിഹാസത്തെയൊക്കെ മറികടന്ന് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് അവർക്ക് നൽകുകയാണ് അവരുടെ ഏറ്റവും മഹത്തായ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.